വൈകിട്ട് വരുമ്പോഴേ കുറെ മേടിച്ചോണ്ടൊക്കെ ഇതുപോലെ പോയേ എന്തേ ചെരുപ്പ് നല്ല എന്റെ മുഖം നോക്കണ്ടേ എന്നാ മുഖത്തിന് കുഴപ്പം എന്നാ എന്നാ പറ്റി ഡ്രസ്സ് എന്തെങ്കിലും നോക്കണം എന്റെ മുഖം നോക്കിയാ പോലെ ആ കോട്ടയം ഞാനിവിടെ പണിയുണ്ട് ഇവിടെ പുറകെ ആ സ്കൂളിൻ്റെ അവിടെ. നീ എവിടെ പോയാ? ഞാൻ ഇങ്ങനെ ഉണ്ട് പാർട്ടിയോട് സ്കൂളിൽ വിടാം. ഹായ് കോച്ചിങ് ഞാൻ പോയിട്ട് വരാം. എന്നാ വിളിക്കൂ? വിളിക്കാം. എവിടെയാണ് വൈകിട്ട് ഇറങ്ങണം. വൈകിട്ട് ഇറങ്ങത്തുള്ളൂ. 6 മണിയാവും കഴിയുമ്പോൾ. എല്ലാ ദിവസവും അതിനൊരു വേറിങ്. ഞാൻ പോട്ടെ. ഇങ്ങനെ സമയം. ആ ശരി അല്ലേ. ഹായ് പിന്നെ വിളിച്ചാലും നീ ഫോൺ എടുക്കുക. ഇല്ലില്ല നിന്നെ പേടിയാ. ദിവസമുണ്ട് 2 ടീമുകൾ. ഇന്നലെ കൊണ്ടുവച്ച തെങ്ങുണ്ടോ? JCBക്ക് അപ്പുറത്തുനിന്ന് വലിയ തെങ്ങ് പറിച്ചു കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവച്ചാൽ.
2 3 തെങ്ങ് വെച്ച്. ഞാനവിടെ പോലെ കണ്ടാടി എന്താരെ പോലെ കണ്ണാടി നയൻതാരയുടെ കണ്ണാടി അല്ലായിരുന്നോ? താടിയാന്ന് പറ നയൻതാരയുടെ നാരായണ ചേച്ചി നാരായണി നയൻതാര ഇല്ലല്ല. നാരായണ ചേച്ചി അറിഞ്ഞാൽ വഴക്ക് പറയത്തുണ്ട്. ഇത് എന്തോ ഇത് 6 ശ്യാമളമ്മയുടെ ഷോളാണ്. ശ്യാമളമ്മയുടെ കണ്ണാടി ഒന്ന് വെച്ചേ, ഇന്ന് കാണട്ടെ. ശ്യാമളമ്മയുടെ കണ്ണാടി വെക്ക്, തിരിച്ച് വെക്ക് കണ്ണാടി, തിരിച്ച് അങ്ങനെ വെച്ചേ. ഓ എൻ്റെ പൊന്നെ, ഇതാരാ എന്നാ സുന്ദരിയാ, എന്നാ ലുക്കാണ്. അടിപൊളി, കൊള്ളാം. പക്ഷെ ആ കണ്ണാടി നാരായണയുടെയാണ്, കളഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പട തരുവള്. ഓക്കെ, പിടിക്കല്ലേ, സുന്ദരിയല്ലേ? ഇനി കൊണ്ട് ഷാള് വെച്ചോ, ശ്യാമമ്മയുടെ. അത് ചെളി പറ്റിക്കണ്ട, കണ്ടോ? അതെ, അതിലെ കൊണ്ടിട്ട് വലിക്കാതെ കൊണ്ട് വെച്ചോട്ടോ. ചെല്ല്, എന്നിട്ട് നമുക്ക് ചപ്പാത്തി തിന്നാം. അയ്യോ, അത് കളയാതെ, ചവിട്ടാതെ. ഓ പൊന്നിരുന്ത് വേഷം, എന്ത് വേഷമാണിത്? വാവ്, സൂപ്പർ വീടല്ലേ, വാ അടിപൊളി. കൊള്ളാം, പൊക്കോ. ഉടുപ്പ് ആ ഷോൾ എടുത്ത് വെക്ക്, അതിന് കറ വല്ലതും പറ്റും, വെള്ള കളർ. അതിന് വെക്കടാ, എന്താ വെക്കടാ, എന്ത് കാണിക്കുന്നു? നീ പാത്തുമ്മയോ? കല്ലില് കണ്ടിട്ട് ചുണ്ടുമാമ്പഴത്തെ നമ്മള് കണ്ണാടി വെക്കാറില്ല. കിടമേ എന്നാ പറ്റി? പാട്ടറിയോ? ശ്യാമളമ്മ ഒന്നും പറ്റില്ല. നാരായണയുടെ മധുരം വല്ലതും ഉണ്ടോ കണ്ണാടിക്ക്? പിന്നെ പറയണ്ട, അവള് കാണുന്നുണ്ടല്ലോ. കണ്ണാടി ചേച്ചിയുടെ കണ്ണാടിക്ക് ഇഷ്ട, ശാമ്പരി ശ്യാമമ്മയുടെ ഷാളൊക്കെ ഇഷ്ട. അതയ്യോ അയ്യോ, തത്തക്കപ്പറ്റി കൊണ്ട് വെച്ചോ ട്ടാ. പിന്നെ പിള്ളേരുണ്ട് കേട്ടോ, സിനിമ കാണാമെന്ന് വെച്ചു. ആപ് കൈസ നമ്മൾ അലമ്പുണ്ടാക്കാതിരിക്കണം. നമുക്ക് ചോറ് ചപ്പാത്തി എന്താ വെച്ചാൽ മേടിച്ചു കൊടുക്കണേ. അല്ല, മേടിച്ചു കൊടുക്കണ്ട, കൊടുത്തേക്കണം. ഏത് ചെരുപ്പ് ഇടണ്ടേ? ഒരുപാട് ചെരുപ്പുള്ളത് കൊണ്ട് ഏത് ചെരുപ്പ് ഇടണമെന്നേ അഹങ്കാരം.
കുട എടുക്കട്ടെ. കുറച്ച് വെയിലൊക്കെ ആവാം. അയ്യോ ചുമ്മാ അവിടെ കിടന്ന് നിലമുണ്ടാക്കാതെ കയറിപ്പൊക്കെ. ചപ്പാത്തി അടി ചപ്പാത്തി എടുത്ത് കൊടുക്കടി കുഞ്ഞിനാ. അവള് കിടന്ന് അലമുണ്ടാക്കും, അതിനനുസരിച്ച് നിന്ന് കൊടുക്കും. അയ്യോ എന്തായിരുന്നു വെള്ളം. ചുമ്മാ ഞാൻ ഇപ്പം വരാം, മുണ്ടക്കാൻ വരെ പോയിട്ട് ഓടി വരാം. ചേപ്പഴ മൂടലാണല്ലോ. എന്താ തോത്തു വരുമോ അവൻ്റെ ഒരു ഇത് നോക്കിക്കോണേ. എന്നാന്നറിയോ, നോക്ക്, അത് വലിച്ച് പറിച്ച് അവനത് കളിക്കാൻ വേണ്ടി വെച്ചു. എന്താ വാടാ ഇത്, കൊള്ളാലോ. ഇവിടെ 2 പിള്ളേരുണ്ട്. ഇവിടെ ഒരു മോഷണം നടക്കുകയാണ് സുഹൃത്തുക്കളെ. ഇവിടെ ഒരു മോഷണം നടക്കുകയാണ്. നടക്കട്ടെ. എന്തേ കുട വേണോ? ആരാണ് വാല് പഠിക്കാൻ പോവാ. ഇവിടെ നോക്കിയാണേ. അപ്പൊ അല്ല ഞാൻ ഒരെണ്ണം എടുത്ത ബാക്കി നിനക്ക് കൊണ്ടുപോകണ്ടേ? സ്കൂള് ക്ലാസ് ഇല്ലാതെ നാളെ കഴിഞ്ഞ് ക്ലാസ് ഉണ്ട്. ഒരെണ്ണം എടുത്ത് കഴിച്ചു. ഉണ്ട്. നാളെ ഇല്ലടി കൊച്ചേ. എല്ലാക്കെ പണി എവിടെ കാണിച്ചു 4 നേരം വെളുക്കും. വെച്ചേ അങ്ങോട്ട് വെക്ക പിന്നെ തിന്നങ്ങി വാ. ഓ വെയില് ആണോ, കൊട ഇട്ടേക്കുന്നുണ്ടോ? എന്തുവാടി കാണിക്കുന്നേ? ഓ ആരാണെന്നാ കറങ്ങുന്നേ? അതെ അതൊന്ന് കൊണ്ട് വെച്ചേക്കാവോ? ഇനി എന്തിനാ ഇവിടെ വെച്ചേക്കുന്ന? ഇനി അതും കൂടെ അങ്ങ് എടുത്ത് കഴിക്ക്. ബാബാ ഇങ്ങ് വാ. പിള്ളേർ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാണ്ടല്ലോ എൻ്റെ പണി പകുതിയും നടക്കത്തില്ല. നിങ്ങൾ രാവിലെ സ്കൂളിൽ പോവാണെങ്കിൽ എൻ്റെ എല്ലാ ജോലിയും കഴിഞ്ഞ് ഞാൻ ഭയങ്കരമായിട്ട് ഫ്രീ ആവും. അല്ല ഇവിടെ എല്ലാ പണിയും ഇങ്ങനെ കിടക്കും. എന്തോന്നാ? മോൻ കിടന്നോ, കറക്കിക്കോ ഇടുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് കറക്കിക്കോ, എൻ്റെ കൊച്ചു കറക്കിക്കോ. മോൻ കറക്കിക്കോടി. നീ വന്നത് കണ്ടില്ലല്ലോ മഹതി. ഇത് അവിടെ അല്ല വെക്കുന്നേ, അവിടാ വെക്കുന്നേ. മോൻ മേടിച്ചോണ്ട് വന്ന് മോൻ കാച്ചി ഞങ്ങളെ കുടിപ്പിക്കുന്ന ഒരു സന്തോഷമുണ്ടല്ലോ. അതൊന്ന് കടിയോ? പിടിച്ച് കടിച്ചോ. പാല കുഞ്ഞേ. പിന്നെ കടി ഇന്ന് പോവച്ച. പാല് കാച്ചി ചായ തരും അമ്മ. എന്നാ കടിച്ചു. അമ്മ പറഞ്ഞില്ല കടി വേണോന്ന്. ഞാൻ ശാമ്പുനാരായണ ഒന്ന് പറഞ്ഞില്ല കടി വേണോന്ന്. കടി വേണോന്നല്ലേ ചോദിച്ചോളൂ. മൂക്ക് തന്നെ പറ്റിയത് പിള്ളേ. കൊള്ളാവുന്ന പല്ലാണേലും വേണ്ടില്ല. ബാ കടിക്ക്. ബാ ആ കൈ അങ്ങ് വെച്ച് കൊടുത്തേടി. അവളൊന്ന് കടിക്കട്ടെ. നിന്നെ കണ്ടിട്ടാണോ പട്ടി വരയ്ക്കുന്നേ?
നാളെ വരത്തില്ല. ഇല്ല, നിങ്ങളുണ്ട് നാളെ? സന്തോഷമായില്ലേ? ഇന്ന് നമ്മൾ കാണുന്നത് ഈ പുള്ളിയാണ്. പോലീസ് കണ്ടാ പിടിക്കും കേട്ടോ ഇത് സാധനമൊക്കെ. കേറ് ബേബി. പൊക്കോന്നേ. എന്തിനാ ആള് ഇത്? അളിയൻ ഓക്കെ. അയ്യോ, ആ വണ്ടി വേറെ കേട്ടോ. എന്നാ ആനക്കല്ലായിരുന്നു അവർക്ക്. ഓ, ഒരു പണി ചെയ്യുമ്പോൾ അത് ഫിനിഷ് ചെയ്യണം. കണ്ടോ, നീ ഇപ്പം എടുക്ക്. വലിയ ഭാരമൊന്നും ഇല്ലല്ലോ. പകുതി കൊണ്ടുവന്നിട്ട് അവള് അവിടം വരെ അവള് കൊണ്ടുവന്നില്ലേ? നീ കൊച്ചിനെ പോയി കുളിപ്പിക്ക. നീ കുളിപ്പിച്ചാനാ? ഒന്നുകൂടെ കുളിപ്പിച്ചെന്ന് പറഞ്ഞ് ഒന്ന് സംഭവിക്കാമല്ലോ. അപ്പോൾ അതിലെ കൂടെ അല്ല നീ കണ്ടതല്ലേ, അതിലും കൂടെ ദേഹത്തോടെ ഇട്ട ദൈവമേ ആപ്പാടെ. ഒരു ദിവസം ഉണ്ടല്ലോ, ഒരു 4 തവണയെങ്കിലും അവളെ കുളിപ്പിക്കണം, എന്നാലേ അവിടെ ദേഹത്തെ കണ്ടോ. അവിടെ ഒന്ന് എന്തൊക്കെ കാണിക്കുന്നു. ഇറങ്ങിട്ടേറെ ബാബാ.
അത് ഇവിടെ ആരും ഇല്ലല്ലോ എന്തിനാ എല്ലാവരും ഹെലിയോ പോയി